ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോകൾ നോക്കാൻ പോകുന്നത് പ്ലേ സ്റ്റോറിൽ കുറച്ചധികം ഫണ്ണായിട്ടുള്ളതും അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു നല്ല അടിപൊളി ഗ്രാഫിക്സ് ഒക്കെ ഉള്ള കുറച്ച് ഗെയിംസ് ആണ് ഇന്നത്തെ വീഡിയോകൾ നോക്കുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നുണ്ട്. എൻ്റെ ചാനലായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ആ മണി ഒന്ന് ഇടിച്ച് പൊട്ടിച്ചേക്കുക. അപ്പോൾ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. സോ ഇറ്റ്സ് മീ രാഹുൽ, വെൽക്കം ബാക്ക് ടു ദ അനദർ വീഡിയോ. ലെറ്റ്സ് ഗോ. സോ ഗൈസ്, ഞാൻ കാണിക്കുന്ന ഗെയിംസിൻ്റെയൊക്കെ ഒരു സ്ക്രീൻ റെക്കോർഡ് ഈ സൈഡ് കാണിക്കുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഞാൻ കാണിച്ചിരുന്നത് ഇതിൻ്റെ ട്രെയിലർ മാത്രമേ ഞാൻ കാണിച്ചിരുന്നുള്ളൂ. ഇപ്പോൾ നമ്മുടെ പ്ലേ സ്റ്റോറിൽ ഓൾറെഡി നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കളിക്കാൻ പറ്റുന്ന ഗെയിംസാണ്. ഗ്രിഡ് ഓട്ടോ സ്പോർട്ട് കസ്റ്റമസ് എഡിഷൻ എന്ന് പറഞ്ഞൊരു ഗെയിമാണ്. ഒരു റേസിംഗ് ഗെയിമാണ്, കാർ റേസിംഗ് ഗെയിമാണ്. അപ്പോൾ നല്ല രീതിയിൽ നല്ല ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ടെസ്റ്റ് ഡ്രൈവ് ഗ്രിഡ് ഓട്ടോ സ്പോർട്ട് ഫോർ ഫ്രീ എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. റേസ് ഓൺ ദ വേൾഡ്സ് മോസ്റ്റ് ട്രാവലിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അതുപോലെ പ്ലേ ഓൺ ഫോർ ദ കണ്ടന്റ് യു ആർ വാണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ. കുറേ രീതിയിൽ ഓൺലൈൻ മൾട്ടിപ്ലെയർ അങ്ങനെയുള്ള രീതിയിൽ നമുക്ക് കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിമാണ് ഗ്രിഡ് എന്ന് പറഞ്ഞ ഈ ഒരു കാർ റേസിംഗ് ഗെയിം. അപ്പോൾ ഇത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. കസ്റ്റം എഡിഷനാണ്. നമുക്കിതിനകത്ത് കസ്റ്റമൈസ് ചെയ്യുന്നത്. ഏകദേശം 1.2 GB സൈസ് മാത്രമേ ഇതിൻ്റെ ഫയലിന് വരുന്നുള്ളൂ. 3.5 റേറ്റിംഗ് ഒക്കെ വരുന്നുണ്ട് ഈ ഗെയിമിന്. അപ്പോൾ ഏകദേശം 5000 പേരോളം 5000 പേരോളം ഈ ഗെയിംസ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ഈ ഗെയിംസ് നിങ്ങൾക്ക് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് നമുക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ഇപ്പം ഫ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് ഈ ഗെയിം എടുത്ത് കളിക്കാൻ സാധിക്കുന്നതാണ്. ഈ ഗെയിമിൻ്റെ ലിങ്ക് താഴത്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് ഗെയിംസ് പ്ലേ ചെയ്ത് നോക്കാം. ഇനി നെക്സ്റ്റ് ഗെയിമാണ് T3 ഏരിയ എന്ന് പറഞ്ഞൊരു ഗെയിമാണ്. ഇതിൻ്റെ ട്രെയിലർ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതൊരു ഫണ്ണായിട്ടുള്ളൊരു ഗെയിമാണ്. അതും ബാറ്റിൽ ഗ്രൗണ്ട് പോലുള്ളൊരു ഫണ്ണി ഗെയിമാണ് ഇതിനകത്ത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കുറേ അധികം മെഷീൻസും അതുപോലെ കുറേ അധികം മാപ്പ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഗെയിമിനകത്തുണ്ട്. പേലോഡ്, സ്കോർട്ട്, അതുപോലെ ക്ലാഷ്, ടീം ഡെത്ത് മാച്ച്, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഒരു കാർട്ടൂൺ പോലെയുള്ളൊരു ഗെയിമാണ്. പക്ഷേ ഫണ്ണായിട്ടുള്ള ബാറ്റിൽ ഗ്രൗണ്ട് ഫൈറ്റാണ് ഒരു ഗെയിമിനകത്ത് T3 ഏരിയക്കകത്തുള്ളത്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ലൈഫ് ഈസ് സ്ട്രിങ് എന്ന് പറഞ്ഞൊരു ഗെയിമാണ്. ഈ ഗെയിമിനെ പറ്റി എല്ലാവർക്കും അറിയാം. നോർമലി നമ്മുടെ പ്ലേ സ്റ്റോറിലുള്ളതാണ്. നല്ല അടിപൊളി ഗ്രാഫിക്സ് ഉള്ളൊരു ഗെയിമും കൂടാണ്. അപ്പോൾ നമ്മളിത് കളിച്ചിട്ടുണ്ട്. പക്ഷേ ചില മെഷീൻസൊക്കെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ് ഈ ഒരു ഗെയിമിനകത്ത്. കുറേ അധികം മെഷീൻസും കാര്യങ്ങളുണ്ട്. ഏകദേശം 1.1 GB സൈസ് വരുന്നൊരു ഗെയിമാണ്. നല്ലൊരു അടിപൊളി ഗെയിമാണ്. നമുക്ക് 4.4 സ്റ്റാർ റേറ്റിംഗും ഉണ്ട് ലൈഫ് ഈസ് സ്ട്രിങ് എന്ന് പറഞ്ഞൊരു ഗെയിമിന്. ഇനി അടുത്ത ഗെയിമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കാർ എക്സ് റിയാൽ എന്ന് പറഞ്ഞൊരു ഗെയിമാണ്. പക്ഷേ ഇത് വലിയ ഗ്രാഫിക്സ് ഒന്നും എക്സ്പെക്ട് ചെയ്യേണ്ട. നോർമലി ഒരു 445 MB ഫയൽ സൈസ് വരുന്നൊരു ഗെയിമാണ്. എന്നാലും ആവറേജ് ബിലോ ഗ്രാഫിക്സ് ഒക്കെ ഉള്ളൊരു ഗെയിമാണ്. നല്ല റേസിംഗ് ഗെയിമാണ്. നല്ല രീതിയിൽ നമുക്ക് റേസ് ചെയ്യാൻ പറ്റും. അതിൽ അടിപൊളി റേസിംഗ് ഗെയിമാണ്. കുറേ കാർ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കാറിനൊക്കെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. റിയാലിസ്റ്റിക്കലായിട്ടുള്ള ഡ്രിഫ്റ്റിംഗ് ആണ് ഗെയിമിനകത്ത് വരുന്നത്. നല്ല രീതിയിലുള്ള ഒരു അടിപൊളി ഗെയിമാണ്. ഈ ഗെയിം നമ്മൾ 4.2 സ്റ്റാർ റേറ്റിംഗ് ഒക്കെ വരുന്നുണ്ട്. കാർ എക്സ് എന്ന് പറഞ്ഞൊരു ഗെയിമാണ്. ഇനി അതുപോലെ തന്നെ അടുത്ത ഗെയിമാണ് ഗ്രിഡ് ഓട്ടോ സ്പോർട്ട് എന്ന് പറഞ്ഞൊരു ഗെയിമാണ്. എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം പറഞ്ഞ ഗ്രിഡ് കസ്റ്റം എന്ന് പറഞ്ഞൊരു ഗെയിമിൻ്റെ ആയിരുന്നു. അതിൻ്റെ രണ്ടാമത്തെ അല്ലെങ്കിൽ ആദ്യത്തെ ഒരു ഇത് റിയാലിറ്റി ഗ്രാഫിക്സ് ഹൈ റേറ്റ് വേരിലുള്ളൊരു വരുന്ന നല്ല ഗ്രാഫിക്സ് കിട്ടുന്ന ഇതാണ് ഗ്രിഡ് ഓട്ടോ സ്പോർട്ട് എന്നാണ് ഈ ഒരു ഗെയിമിൻ്റെ പേര്. അപ്പോൾ ഈ ഗെയിമിനെന്ന് പറഞ്ഞാൽ മറ്റേതിൽ നിന്നും ഇച്ചിരി കൊണ്ട് ഇമ്പ്രൂവ് ആയിട്ടുള്ള അടിപൊളി ഒരു ഗ്രാഫിക്സ് ആണ് ഈ ഒരു ഗെയിമിന് വരുന്നത്. 3.2 GB ഫയൽ സൈസ് വരുന്നുണ്ട്. പക്ഷേ ഈ ഗെയിം ഫ്രീ ആയിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കില്ല. 149 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് ഈ ഗെയിം. അപ്പം ഒരു 100K ആൾക്കാർ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഗെയിം. അപ്പം നല്ലൊരു അടിപൊളി ഗെയിമാണ്. പക്ഷേ നമുക്ക് 149 രൂപ കൊടുത്താൽ മാത്രമേ ഇത് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. 3.2 GB ഫയൽ സൈസ് വരുന്നുണ്ട്. ഗ്രിഡ് ഓട്ടോ എന്ന് പറഞ്ഞൊരു സ്പോർട്ടിൻ്റെ ഗെയിമിൻ്റെ ഫയൽ സൈസ്. ഇനി അടുത്തതായി നമുക്ക് വരുന്നൊരു ഇൻട്രസ്റ്റിംഗ് ഗെയിമാണ് ARK എന്ന് പറഞ്ഞൊരു ഗെയിമാണ്. ARK ഗെയിം എന്ന് പറഞ്ഞാൽ സർവൈവർ റെവല്യൂട്ടർ എന്ന് പറഞ്ഞൊരു ഗെയിമാണ്. നമുക്ക് സർവൈവ് ചെയ്ത് കളിക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ കമ്പനിയിൽ അല്ലെങ്കിൽ നമ്മുടെ പെറ്റ് എന്ന് പറഞ്ഞാൽ ഡൈനോസ് അങ്ങനെയുള്ള കുറേ അധികം ഇതിനെയാണ് നമ്മൾ പെറ്റായിട്ട് കാണുന്നത്. അപ്പോൾ നമ്മൾ അവരുടെ കൂടെ നമ്മൾ സർവൈവ് ചെയ്ത് അല്ലെങ്കിൽ ബിൽഡിംഗ് ഒക്കെ നിർമ്മിച്ച് സർവൈവ് ചെയ്ത് ജീവിക്കേണ്ട ഒരു ഗെയിമാണ്. നല്ല അടിപൊളി ഒരു ഗെയിമാണ്. നമുക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ട് ഇതിനകത്തുള്ള കുറേ ഗെയിം പ്ലേസ് ഒക്കെ നമുക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ട് തോന്നും. ബാറ്റിൽ ഗ്രൗണ്ടും എല്ലാ ടൈപ്പ് മോഡൽസും ഈ ഒരു ഗെയിമിനകത്തുണ്ട്. അപ്പോൾ നമ്മൾ മൃഗങ്ങളിൽ നിന്ന് സർവൈവ് ചെയ്ത് ജീവിക്കണം. അതുപോലെ നമ്മുടെ ഏരിയയിൽ ഒരു സമയത്ത് എന്തൊക്കെ വേണം അതൊക്കെ സ്പെൻഡ് ചെയ്യണം. ഫുഡാണെങ്കിൽ ഫുഡ്, അതുപോലെ നമ്മുടെ അവിടെ എന്തെല്ലാം വേണം ആ ഐറ്റങ്ങളെല്ലാം ഈ ഒരു ഗെയിമിനകത്തൂടെ നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പം നല്ലൊരു അടിപൊളി ഗെയിമാണ്. സോ എനിവേ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളായിരുന്നു. ഇത്രയധികം നല്ല ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഗെയിംസാണ് ഞാൻ ഇന്നത്തെ വീഡിയോ കൂടെ പറഞ്ഞു തന്നത്. അപ്പോൾ സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ, ടാറ്റാ, സി യു again.